വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നലെയായിരുന്നു ലോക തണ്ണീർത്തട ദിനം. പക്ഷെ ചില അസൗകര്യങ്ങൾ കാരണം നമ്മുടെ പ്രോഗ്രാമിലേക്ക് മാറ്റാനുണ്ടായത്. ലോകത്താകമാനം ഈ ദിനാചരണം നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇറാനിലെ കാസ്പിയൻ കടലിനടുത്തുള്ള റാംസാർ എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിൽ 1971 അന്താരാഷ്ട്ര തലത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഒരുമിച്ച് കൂടി ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ഇത്തരം ഒരു ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ ആഘോഷിക്കുക എന്ന് ഞാൻ ഭംഗിവാക്ക് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ആകുലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നതും കാണുന്നതും. അതാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്. അത് നമ്മൾ പറയുന്ന എല്ലാ സംസ്കാരങ്ങളും, നമ്മൾ പറയുന്ന കുറേ സംസ്കാരങ്ങളൊന്നും പറയാനില്ല. ഇത് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ എല്ലാം തന്നെ ഈ തണ്ണീർത്തടങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. സംസ്കാരങ്ങളുടെ ഈറ്റില്ലം എന്ന് പറയുന്നത് ജലനിബിഡമായ പ്രദേശങ്ങളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവെ നമ്മൾ അവകാശപ്പെടുന്നത് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും വളർന്നു വലുതായി സാംസ്കാരിക സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാ രംഗത്തും കാണാം. അപ്പൊ അത് നമ്മൾ സാംസ്കാരിക രംഗത്ത് അത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ജലവിഭവങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന പൈതൃകങ്ങളുടെ എല്ലാത്തരം പൈതൃകങ്ങളുടെയും സംരക്ഷണം നടക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വരുന്നല്ലേ. പിന്നെ ആരാ ഇത് ചെയ്യാൻ? ആരും പ്രതീക്ഷിക്കേണ്ട ആരെങ്കിലും പിന്നെ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ഇതാൾ വന്ന് ഇതെല്ലാം കൂടി ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കുന്നെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാനാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനാണ് ഈ ദിനം പ്രധാനമായും. അതെങ്ങനെ ഞാൻ പറയുന്ന മുദ്രാവാക്യത്തിൽ വെറ്റ്ലാൻഡ്സ് ട്രഡീഷണൽ ഹെറിറ്റേജിനെ കുറിച്ച് പറഞ്ഞു. ആ ഹെറിറ്റേജ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ ഹെറിറ്റേജ്, നമ്മുടെ ആ പൈതൃകവും ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ ദിനം ഇത്തരത്തിലൊരു മുദ്രാവാക്യം. കഴിഞ്ഞ വർഷം ഇതായിരുന്നില്ല. അടുത്ത സ്ലൈഡ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിൽ നമ്മുടെ തണ്ണീർത്തടങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ, ഒട്ടേറെ അറിവുകൾ ഉണ്ടായി വന്നേക്കുന്നത് തണ്ണീർത്തടങ്ങളിൽ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ, അവിടെ ഉണ്ടായിരുന്ന ഞാനിങ്ങനെ നമ്മുടെ വളക്കോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എടുത്തൊരു ചിത്രമാണ്. നമ്മൾ കാണുന്ന ഒരു കുളത്തിന്റെ തീരത്ത്, ആ കുളം വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വെറ്റ്ലാൻഡാണ്, ഒരു തണ്ണീർത്തടമാണ്. അത് വൈകുന്നേരങ്ങളിൽ ആൾക്കാർ അവിടെ വന്നിരിക്കുന്നു, കുറച്ചുപേര് അത് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നു, വർത്തമാനം പറയാനും ലോഹ്യം പറയാനും ഒക്കെ കൂടുന്ന ആ ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതിന് കഴിയുന്നില്ല. അത് കാരണം വെച്ചാൽ ഈ കുളങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, ആ പൈതൃകം സംരക്ഷിക്കപ്പെടുന്നില്ല, അത് മലിനീകരിച്ചു പോയി. അപ്പൊ അതിന്റെ തീരത്ത് പോയി ഇരിക്കലൊക്കെ തന്നെ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. മോശപ്പെട്ട ഒരു കുളത്തിന്റെ തീരത്ത് ആരും പോയിരിക്കില്ല. വൃത്തികെട്ട ഒരു കുളം അല്ലെങ്കിൽ വൃത്തികേടായി പോയ ഒരു കുളം ആരും പോയിരിക്കില്ല. അന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതുപോലെ നമ്മുടെ വയലേലകളും അതുപോലെ, അതും നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകമാണ് നമ്മുടെ വയലേലകൾ എന്നുള്ളത്. പലതരത്തിലുള്ള കൃഷി നമ്മുടെ ഇത് ഒരു പ്രത്യേകതകളാണ്. ഈ നമ്മുടെ ചിത്രകടവ ഭാഗത്ത് എടുത്ത ഒരു ചിത്രമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കുറച്ച് അധ്യാപകരാണ് എന്റെ പറയും, പല ഇനം വിത്തുകൾ അവിടെ പരീക്ഷിച്ച് നോക്കി കൃഷി ചെയ്യുന്ന ഇപ്പോഴും ഉണ്ട്. അതെന്ന് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്, നമുക്കറിയാമല്ലേ, 1 കിലോ അരിക്ക് നമ്മൾ എത്ര പൈസ കൊടുക്കുക? ഇതിവിടുന്ന് 1 കിലോ അരി വേണമെന്നുണ്ടെങ്കിൽ 350-400 രൂപ കൊടുക്കണം. രക്തശാലി എന്ന് പറയുന്ന ഇനം ആ വയലേലകൾ അവിടെ സംരക്ഷിക്കുകയാണ്. അവരവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എത്രയോ വേഗം അത് കൺവേർട്ട് ചെയ്ത് പോകേണ്ടതായിരുന്നു. കാരണം ആ ഏരിയയുടെ പ്രത്യേകം നമുക്കറിയില്ല, വളരെയധികം നഗരവൽക്കരണത്തിന് വിധേയമാക്കണം. പക്ഷെ ആൾക്കാർ അവിടെ ബോധപൂർവ്വം ഈ പ്രദേശം ഞങ്ങളെ സംരക്ഷിക്കും, പുതിയ വിധ നെല്ലിനങ്ങളും നെൽവിത്തുകളും അവിടെ ഒരു
അങ്ങനെ ഒരു കേന്ദ്രമായി മാറേണ്ടതാണ്. അതായത് പറഞ്ഞത് അങ്ങനെയുള്ള ആ പൈതൃകം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ. അടുത്ത സ്ലൈഡ്. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലൊരു മുദ്രാവാക്യം പറഞ്ഞത് വാല്യൂ, പ്രൊട്ടക്ഷൻ, ഇൻസ്പിറേഷൻ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ തണ്ണീർത്തടങ്ങൾ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷത്തെ മുദ്രാവാക്യം. ഓരോ വർഷം ഓരോ മുദ്രാവാക്യം വെക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുക. 1971 മുതൽ ഇങ്ങനെ ഓരോ മുദ്രാവാക്യം വെച്ചിരുന്നല്ലോ. എത്ര മുദ്രാവാക്യമായി? ഈ മുദ്രാവാക്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഈ തണ്ണീർത്തടങ്ങളൊന്നും ഇങ്ങനെ നശിച്ചു പോകില്ലായിരുന്നു. അടുത്ത സ്ലൈഡ്. ഓക്കെ, ഈ നിർവചനമാണ് എന്താണ് തണ്ണീർത്തടങ്ങൾ എന്നുള്ളൊരു നിർവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരത്തിലുണ്ട് തണ്ണീർത്തടങ്ങൾ. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ തണ്ണീർത്തടങ്ങളുടെ നിർവചനം എന്ന് പറഞ്ഞാൽ വെള്ളം പ്രകൃതിദത്തമായിട്ടുള്ളതോ കൃത്രിമമായിട്ടുള്ളതോ പിന്നെ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന പ്രദേശങ്ങൾ. ഒരു കണക്കുണ്ട്. വേലി ഏറ്റ സമയത്ത് 6 മീറ്റർ വരെയും അത് കഴിഞ്ഞ് ഏതാണ്ട് പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിന് കണക്കാക്കി വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ വരുന്ന കരഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പ്രകൃതിദത്തമായിട്ടുള്ളതുകൊണ്ട് കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തണ്ണീർത്തടങ്ങളുണ്ട്. എവിടെയാണോ ഏത് ടെറയിലാണോ അത് നിലനിൽക്കുന്നത് എന്നനുസരിച്ചാണ്. കടലോരത്താണ് ഏറ്റവും കൂടുതൽ പിന്നെ തണ്ണീർത്തട പ്രദേശങ്ങളുള്ളത്, ലാൻഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അപ്പം അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ വില, ഈ ഇക്കോസിസ്റ്റം സർവീസ് വാല്യൂ എന്ന് പറയുന്നത്. തണ്ണീർത്തടങ്ങളുടെ പിന്നെ പാരിസ്ഥിതിക സേവന മൂല്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇക്കോസിസ്റ്റം സർവീസ് വാല്യൂ. ഈ ഡയഗ്രം നോക്കിയാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ രൂപയുടെ കാര്യം നോക്കണ്ട. അത് രൂപയാണോ ഡോളറാണോ പിന്നെ എന്നാണോ അതൊന്നും നോക്കണ്ട. ഇത് വേണ്ടത് ആദ്യം കാണുന്നത് എന്താണ്? ഇത് നമുക്ക് തരുന്ന ആ വഴിയില് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് വലിയ ഒരു പ്ലാന്റ് പോലെ, ഒരു ശുദ്ധീകരണ പ്ലാന്റ് പോലെ. നമ്മളൊക്കെ STP ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നൊക്കെ വലിയ ചെലവേറിയ പഞ്ചായത്തുകളും കോർപ്പറേഷനൊക്കെ നടപ്പിലാക്കാൻ പോകുന്ന പലരും നടപ്പിലാക്കുന്ന STPകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ ഒരു STP ആണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ജലശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മേഖലയാണ്. ആ ജലം ശുദ്ധീകരിക്കുന്നു, ഉപ്പുവെള്ളം കയറുന്നതിനെ തടയുന്നു, ഭൂജല സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, നമുക്കൊരു മൈക്രോ എൻവയോൺമെന്റ് ഒക്കെ മെച്ചപ്പെടുത്തി തരുന്നു. ഇത് വലിയൊരു പ്ലാന്റ് ആണ്. അതാണ് ഏറ്റവും വലിയ സെക്ടറായിട്ട് അത് കാണുന്നത്. രണ്ടാമത്തെ സെക്ടർ എന്ന് പറഞ്ഞാൽ കാണുന്നത് വെള്ളപ്പൊക്കം തടയുക, അങ്ങനെയുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. വലിയ വരൾച്ച നിയന്ത്രിക്കുക, വെള്ളപ്പൊക്കം തടയുക, ഇങ്ങനെയുള്ള നമുക്ക് അടിക്കടി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്ക് അറിയാമല്ലോ അല്ലേ? നമ്മുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെയൊന്നും വെള്ളപ്പൊക്കവും വരൾച്ചയൊന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇത് സംഭവിക്കുന്നു. അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ തണ്ണീർത്തടങ്ങളാണ്. അത് കഴിഞ്ഞ് കാണുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ. നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് തൊഴിൽ തരുന്നു, നമുക്ക് ഭക്ഷണം തരുന്നു, നമുക്ക് വിനോദവും ഒക്കെ തരുന്നു. ഒരുപാട് കാര്യങ്ങൾ വിനോദവുമായി ബന്ധപ്പെടുത്തി നമുക്ക് സാംസ്കാരിക പ്രവർത്തനം. അതാണ് മൂന്നാമത്തെ സെക്ടർ എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സെക്ടർ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തനമാണ്. സാംസ്കാരിക കേന്ദ്രങ്ങളാണ് തണ്ണീർത്തടം. ഇപ്പൊ തിരൂര് നമ്മുടെ പിന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് കുംഭമേള അല്ലെ, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര തുടങ്ങി കണ്ടു അല്ലെ? കുംഭമേള നമ്മളത് സംഗതിയല്ല. പക്ഷെ കേരളത്തിലെ കുംഭമേള പലതും വരികയാണ് കേരളത്തിലേക്ക്. കുഴപ്പമൊന്നുമില്ല, ആഘോഷങ്ങൾ എപ്പോഴും വേണം. ആഘോഷങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഉത്സവങ്ങൾ നമ്മുടെ മിക്കവാറും അമ്പലങ്ങളും പള്ളികളും ആരാധനാലയങ്ങളും എല്ലാം തന്നെ തണ്ണീർത്തടങ്ങളിലാണ്, പിന്നെ സമുദ്ര മേഖലയിലാണ്, പുഴയോരങ്ങളിലാണ്, ഒക്കെയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. പക്ഷേ ഒരു കുംഭമേള കഴിയുമ്പോഴേക്കും പിന്നെ പുഴ മലിനപ്പെടുകയാണ്. അതിലൊരു വലിയ ഒരു ആഘോഷം കഴിയുമ്പോഴേക്കും, ഒരു ഉത്സവം കഴിയുമ്പോഴേക്കും നമ്മുടെ മണ്ണ് മലിനപ്പെടുകയാണ്. ദീപാവലി പോലുള്ള സംഗതി വരുമ്പോൾ വായു മലിനപ്പെടുകയാണ്. ഇപ്പോഴും നമുക്ക് ന്യൂഡൽഹിയില് വലിയ ബഡ്ജറ്റിലൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ഉള്ള തമാശ രൂപത്തിലേക്ക് വരുന്നുണ്ട്. ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ ദീപാവലി കഴിയുന്നതോടെ മാറി വരേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ അപകടമാണ്. 300-ന് മുകളിലാണ്.
ഈ കാണിക്കുന്ന ഇൻഡെക്സ് കാണിക്കുന്ന അതിന്റെ അർത്ഥം വളരെ ഹസാർഡസ് എന്നുള്ള ഒരു സോണിൽ ഇപ്പോഴും നിൽക്കുകയാണ്. വലിയ പ്രശ്നമാണത്. അത് പരിഹരിക്കാൻ കഴിയില്ല. അതിനൊപ്പമാണ് ഇപ്പം ചണം കത്തിക്കുന്ന ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ആ എയർ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതാത് ഞാൻ ആനുഷികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇതേപോലെ നമ്മൾ അപ്പം എന്താണ് ഇനി വരുന്ന തലമുറ? ഇപ്പം വളരെ ഹൈടെക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും അല്ലെ AI ഒക്കെ ഉണ്ട്. നമുക്ക് ഈ പടക്കം എനിക്കൊന്ന് ഗൾഫിലൊക്കെ ഇങ്ങനെ കാണാം. ഗൾഫിന്റെ അവരുടെ ആഘോഷങ്ങളൊക്കെ തന്നെ അവരിപ്പം എല്ലാം ഡിജിറ്റലായി. പടക്കമൊന്നും ഒക്കെ തന്നെ ഡിജിറ്റൽ പടക്കങ്ങളാണ്. വർണ്ണം എന്ത് വർണ്ണം വേണമെങ്കിലും കാണിക്കാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. ഒരു ആഘോഷം ഇപ്പൊ കാണിച്ചത് ന്യൂയോർക്കിലെ ആഘോഷം ഒരു രാജ്യം സ്പെയിനാണെന്ന് തോന്നുന്നു, വീഡിയോ കാണുന്നുണ്ട്. കംപ്ലീറ്റ് അവർ പൂർണ്ണമായും ഈ പറഞ്ഞ പോലെ ഹൈടെക് ഉപയോഗിച്ച് എല്ലാ പൈതൃകവും ഹൈടെക്കിലൂടെ കാണിക്കുകയാണ്. അപ്പൊ നമ്മള് ആഘോഷങ്ങൾ തീർച്ചയായും നമുക്ക് സന്തോഷിക്കുന്ന കാര്യങ്ങളാണ്, സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മുടെ മണ്ണ് മലിനപ്പെടുത്തുന്ന തരത്തിലാകരുത്, നമ്മുടെ ജലാശയങ്ങൾ മലിനപ്പെടുന്ന നിലയാകരുത്, നമ്മുടെ പ്രാണവായു മലിനപ്പെടുത്തുന്ന നിലയാകരുത് എന്നുള്ള സൂചനയാണ് തരുന്നത്. അതിനൊക്കെ ഈ തണ്ണീർത്തടങ്ങൾ പ്രകൃതിയാൽ തന്നെ അതിന്റെ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അതിനെ അതിജീവിക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, അതും ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഈ തണ്ണീർത്തടങ്ങൾക്ക് ഒരു വിശേഷമുണ്ട്. ഞാനൊരു സ്ലൈഡ് കാണിക്കുന്നുണ്ട്. തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വൃക്കകൾ അല്ലെ, എത്ര പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമ്മൾ പറയും ശരീരത്തിൽ ഏത് അവയവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഹൃദയമാണോ, കരളാണോ, വൃക്കകളാണോ എന്ന് ചോദിക്കാറുണ്ട്. പലരും ഹൃദയമാണ്, അല്ലെങ്കിൽ തലച്ചോറാണ്, അല്ലെങ്കിൽ കരളാന്നൊക്കെ പറയും. പക്ഷെ ഞാനെപ്പോഴും പറയുന്നത്, നമ്മൾ എന്ത് ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അതിലെല്ലാം തന്നെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകാം. കോളേജിലൊക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകം പറയും, ക്യാമ്പസിലൊക്കെ പറയുമ്പോൾ പ്രത്യേകം പറയും, നമ്മുടെ കുട്ടികൾ അവർക്കിഷ്ടം ഈ മറ്റേ പൊട്ടാറ്റോ ചിപ്സും ലേസും കൊക്കക്കോളയും മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നുള്ള പട്ടികയിൽ വരുന്ന അവർക്ക് സമയമല്ല ഉണ്ട്. ഇതൊക്കെ എന്നെ പൊട്ടിച്ച് കഴിക്കുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. പല കോളേജിലും ഞാൻ ചെയ്ത് പറയും. ഈ ലോഡ് നമ്മൾ എവിടെ കൊടുക്കുന്നത് നമ്മുടെ കിഡ്നിക്കാണ്, വൃക്കകൾക്കാണ്. അപ്പോൾ അങ്ങനെ കിഡ്നിക്ക് ഓവർലോഡ് വരുമ്പോൾ എന്ത് ചെയ്യും? അവർ നമ്മുടെ കിഡ്നിയുടെ നമ്മൾ പറയുന്ന എനിക്കറിയാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അവയവമാണ്. പക്ഷെ വളരെ വലിയ ധർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഒരു പ്ലാന്റാണത്. ആ പ്ലാന്റിനെ നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു ഓവർലോഡ് കൊടുക്കുകയാണ്. ആ ഓവർലോഡ് കൊടുക്കുന്നതിലൂടെയിട്ട് കിഡ്നി ഫെയിൽ ആവുന്ന കേസിൽ ഒരുപാട് ഡയാലിസിസ് സെന്റേഴ്സ് നമ്മുടെ നാട്ടിൽ കൂടുന്നതിന് കാരണം എന്താ? എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഡയാലിസിസ് സെന്റർ കാണാം അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഡയാലിസിസ് സെന്റർ കൂടുന്നത്? ഈ ഡയാലിസിസിന്റെ കാരണം എന്താണ്? ഇതേപോലെ നമ്മുടെ ഈ തണ്ണീർത്തടങ്ങൾക്ക് ഇതേ പ്രശ്നമുണ്ട്. പ്രകൃതിയിൽ അവർ നമ്മുടെ കിഡ്നികളാണ്. അവർ നമ്മുടെ മാലിന്യങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് കൺവെർട്ട് ചെയ്താൽ അവിടെയുള്ള ഹൈഡ്രോളജി സൈക്കിൾ, ജലപരിവൃത്തി നമ്മൾ നമ്മളെന്താ പറയുക, അതിന് നടക്കേണ്ട പ്രകൃതിദത്തമായി നടക്കേണ്ട ആ സൈക്ലിംഗ്, ആ പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ അവിടെയെല്ലാം വെള്ളക്കെട്ട്, നീർക്കെട്ട്, മാലിന്യങ്ങളുടെ കുമ്മാരമൊക്കെ ഉണ്ടായി അതെല്ലാം നശിച്ചു പോവുകയും ഈ പറഞ്ഞ ധർമ്മം നിർവഹിക്കാതെ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം പോലെ തന്നെ കാണുക, എത്രമാത്രം നമ്മുടെ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കുന്നു, കേടുകൂടാതെ ആ പ്രശ്നങ്ങൾ വരാതെ സംരക്ഷിക്കുന്നു, അതുപോലെ നമുക്ക് നമ്മുടെ തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുന്നതാണ് ആ ധർമ്മം എന്ന് പറയും. ബാക്കിയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആ ചെറിയ സെക്ടറിൽ കൊടുത്തിരുന്നത്. ഓക്കെ, ഇതാണ്. അപ്പൊ പ്രധാനമായും ഈ വലിയ 3 ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഭക്ഷ്യസുരക്ഷയ്ക്ക് നമുക്ക് വേണ്ട ആഹാരം, നെല്ലും കരിമ്പും മറ്റെല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാനൊന്നും പറഞ്ഞില്ല, വിളകളുടെ കാര്യം ഞാൻ പറയാൻ ഇവിടെ ഇല്ല. അതെല്ലാം തന്നെ നമ്മുടെ തണ്ണീർത്തടങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ്. നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ജലസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം എന്നുള്ളതാണ് ഈ സ്ലൈഡ് മനസ്സിലാക്കുന്നത്. അടുത്ത് ഓക്കെ, ഇത് ഈ സ്ലൈഡ് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. കുറെ കാലമായി നമ്മൾ പറയുന്നു, നമ്മൾ പണ്ട് പറഞ്ഞു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞു, 2000 ആണ്ടൊക്കെ കടന്നപ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞു. പിന്നീട് അത് UN തന്നെ പറഞ്ഞു, അല്ല വേണ്ട, നമുക്ക് അതിന്റെ പേര് മാറ്റിയിട്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞു. ഇതിൽ എടുത്തു കഴിഞ്ഞാൽ 6ാമത്തെ എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം ഉത്പാദിപ്പിക്കണം, അല്ല ഇഷ്ടംപോലെ ഭക്ഷണം ഉത്പാദിപ്പിക്കുന്ന തണ്ണീർത്തടങ്ങൾ വേണം. പരസ്പര ബന്ധിതമാണ്. നമ്മൾ പറയുന്നത് ഏത് സാംസ്കാരിക പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, കുടിവെള്ളം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, സാനിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിലൊക്കെ
ഇത് ഏത് പ്രവർത്തനം നടക്കണമെങ്കിലും ഇതെല്ലാം തന്നെ നമ്മുടെ ഈ പറഞ്ഞ തണ്ണീർത്തട ആവാസ വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടും. ആ ആവാസ വ്യവസ്ഥകളിലാണ് ഇതെല്ലാം നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് പ്രധാനപ്പെട്ട പിന്നെ തണ്ണീർത്തടം നമ്മൾ പറഞ്ഞ 2030 കൂടി ഈ പറയുന്ന ലോകത്തിലെ 8 പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഓരോരോ സെക്ടറായിട്ട് എടുത്ത് പറയുകയും ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഓരോ സ്ലൈഡും എടുക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. അപ്പൊ ഇത് ഈ പറഞ്ഞൊരു എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ, പരിസ്ഥിതി പുനഃസ്ഥാപനം സാധ്യമാകണമെങ്കിൽ ഈ ലോകത്തുള്ള 8 പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. എല്ലാം പ്രധാനപ്പെട്ടാണ്, ഒന്നിനെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെല്ലാം തന്നെ ഈ തണ്ണീർത്തട ആവാസ വ്യവസ്ഥകൾ തന്നെയാണ്. ഓക്കെ, ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അടുത്ത് ഓക്കെ, വനങ്ങൾ പറയേണ്ട കാര്യമില്ല. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യങ്ങളുടെ കലവറ എന്ന് പറയുന്ന വനം ഒരു ഭാഗ്യം എന്നെനിക്ക് പറയാൻ. നമ്മളെ കേരളത്തെ കുറിച്ച് പറയും, ഈ വനത്തിന്റെ മേഖല 1/3 വനപ്രദേശം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിലെ വനമേഖലയുടെ വിസ്തൃതി കൂടി വരുന്നതായിട്ട് കണക്ക് പറയുന്നു. എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ വിജനമായി കിടക്കുന്നുണ്ടാകാം. സാറ്റലൈറ്റ് ഇമേജറി വഴി നമ്മളത് വിശകലനം ചെയ്യുമ്പോൾ പിന്നെ എന്താ പറയുക, ഉപഗ്രഹ ഭൂപടങ്ങൾ എടുത്ത് നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്തിന്റെ ഏരിയ കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഏതാണ്ട് 11,000 ചതുരശ്ര 38,865 ചതുരശ്ര കിലോമീറ്ററിൽ 11,000 ചതുരശ്ര കിലോമീറ്റർ വനങ്ങൾ, 30% വനങ്ങളുണ്ടെന്നും. കുഴപ്പമില്ല, ഒരു 33% നമ്മൾ പറയുന്നത്, ഒരു പോളിസി എന്ന് നിലയ്ക്ക് നമ്മൾ പറയുന്നത്. പക്ഷെ 30% വനങ്ങൾ കേരളത്തിലുണ്ട്. ഒരു സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ അപ്പം വനമേഖല നമുക്ക് ഇതിലുണ്ട്, പിന്നെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത കൃഷിസ്ഥലങ്ങൾ. ഇത് പക്ഷേ ഇത് നമ്മളെ പോലുള്ള കൃഷിസ്ഥലമല്ല, ഇത് നമ്മുടെ കൃഷിസ്ഥലമായിരുന്നു കാണിക്കേണ്ടതല്ലേ. എനിക്കൊന്ന് AI ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കാണിക്കുന്നത് മാത്രം. ഓക്കെ, അപ്പൊ ഇത് കൃഷിസ്ഥലങ്ങൾ പ്രധാനപ്പെട്ട പിന്നെ ആവാസ വ്യവസ്ഥകളാണ്, ആ സംരക്ഷിക്കപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് ശുദ്ധജല ആവാസ വ്യവസ്ഥകൾ, ഫ്രഷ് വാട്ടർ ലേക്കുകൾ ഉൾപ്പെടെയുള്ളത്. നമ്മുടെ കേരളത്തിൽ ഏതൊക്കെയാണ് ശുദ്ധജല തടാകങ്ങൾ എന്ന് പറയാൻ? ശാസ്താംകോട്ട നിങ്ങൾക്ക് അറിയാം, പൂക്കോട് അറിയാം, പിന്നെ ഏതാ ഉണ്ട്. പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ശുദ്ധജല തടാകങ്ങളുണ്ട്. ആ തടാകങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു. 4 ഓക്കെ, പർവ്വതനിരകൾ, അത് ഉയർന്ന പ്രദേശങ്ങളിലുള്ള ആവാസ വ്യവസ്ഥകളാണ്. ഒരുപക്ഷെ നമ്മൾ പൂക്കോട് വേണമെങ്കിൽ ആ പട്ടികപ്പെടുത്താം, ഉയർന്ന സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചുള്ളിക്കാട്, പുൽമേടുകൾ, സാവണ്ണകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രദേശങ്ങൾ, അതും അവഗണിക്കേണ്ട പ്രദേശങ്ങളല്ല. അത് ചുള്ളിക്കാടല്ലേ അല്ലെങ്കിൽ വെറും പുൽമേടുകളിലെ മരങ്ങൾ കാണുന്നില്ല. അതിന് ഈ ഫോറസ്റ്റ് ഹൈഡ്രോളജി പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ വലിയൊരു ചർച്ചയുണ്ട്. ഈ പുൽമേടുകൾ, മരങ്ങളില്ലെങ്കിലും പുൽമേടുകളുടെ പരിസ്ഥിതി പ്രാധാന്യം പലപ്പോഴും ഡിബേറ്റ് ചെയ്യപ്പെടുന്ന സംഗതിയാണ്. ഒരുപാട് ഗവേഷണങ്ങൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് പുൽമേടുകളും ചുള്ളിക്കാടുകളും ഒക്കെ. ഓക്കെ, അടുത്ത സമുദ്രങ്ങളും തീരങ്ങളും. സമുദ്രത്തെ കുറിച്ച് നമ്മളൊരു പറയുന്നത് ഏറ്റവും വലിയ ബയോമസ് എന്ന പട്ടികയിൽപ്പെടുന്നുണ്ട്. വലിയ പരിസ്ഥിതി വ്യൂഹങ്ങളായതുകൊണ്ട് അതിന്റെ വിശകലനം പഠനകരിക്കുന്നു. ഇതൊന്നും പല ദിവസങ്ങളോളം നിൽക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷെ സമുദ്ര തീരങ്ങൾ, കോസ്റ്റൽ ബെൽറ്റ്സ് എന്ന് പറയുന്ന തീരപ്രദേശങ്ങളുടെ സംരക്ഷണം, തീരപ്രദേശങ്ങളിലുള്ള തണ്ണീർത്തടങ്ങൾ ഈ സമുദ്ര മേഖല ഉണ്ടാക്കുന്ന വലിയ ആഘാതങ്ങളുണ്ട്. എപ്പോഴും ധാരാളം തരങ്ങൾ വേവ്സ് വരുന്നത് കൊണ്ടും പിന്നെ ഉപ്പുവെള്ളം തള്ളിക്കയറുന്നത് കൊണ്ടും തിരമാലകളുടെ ശക്തി കൊണ്ടും പിന്നെ പല പ്രതിഭാസങ്ങളും, പെട്ടെന്ന് കടൽ താണുപോവുക, ഉയർന്നു വരിക, വേലിയേറ്റം, വേലിയിറക്കം, എപ്പോഴും വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കടൽ എന്നുള്ളതുകൊണ്ട് ഇതിനെ നമ്മളെ കരയിലാണല്ലോ നടിക്കുക. എപ്പോഴും കരയിലേക്ക് ഇതിന്റെ ചെറിയ ആഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലിനോ ആയാലും ലാനിനോ ആയാലും ഈ പ്രതിഭാസങ്ങളെല്ലാം കടലോരത്ത് താമസിക്കുന്നവർക്ക് പെട്ടെന്ന് വരും. പക്ഷെ അവിടേക്ക് ഇത് ഉറപ്പിച്ചു നിർത്തുന്നത്, കടലോര മേഖലയെ ഉറപ്പിച്ചു നിർത്തുന്നത് തണ്ണീർത്തടങ്ങളിലെ ജൈവ ആവാസ വ്യവസ്ഥയാണ്, കണ്ടൽക്കാടുകളാണ്. അതുപോലെ നമ്മളെ പിന്നെ കടലോരത്ത് വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളും ഒക്കെയാണ്. അപ്പൊ അത്രയും ഒരു ഉറപ്പിച്ചു നിർത്തുക, നമ്മുടെ കടൽ തീരത്തെ സംരക്ഷിക്കുക, കടലോര മേഖലയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം തണ്ണീർത്തടങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട ഒരു സ്ലൈഡായിട്ട് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അടുത്ത് പീറ്റ് ഭൂമി എന്ന് പറയുന്നത്. നമ്മൾ പീറ്റ് ഭൂമിയും ലോകത്ത് പല ഭാഗത്തുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പീറ്റ് ഭൂമി കാണുന്നത് കുട്ടനാടാണ്.
കുട്ടനാട് പ്രദേശങ്ങളാണ് പീറ്റ് ഭൂമി കാണുന്നത്. എങ്ങനെയാണ് പീറ്റ് ഭൂമി ഉണ്ടായതും പീറ്റിന്റെ ഇത് ധാരാളം മരങ്ങൾ മണ്ണിനടിയിലാവുകയും അവസാനം അത് കൽക്കരിയുടെ രൂപത്തിൽ, കൽക്കരി എന്ന് പറയുന്നത് പീറ്റിന് കൽക്കരി എന്നുള്ള കാറ്റഗറി കൊണ്ടുവരുന്നില്ല, പക്ഷെ ആ പീറ്റ് ഭൂമി നമ്മുടെ കേരളത്തിൽ കാണുന്നത് കുട്ടനാട് പ്രദേശങ്ങളാണ്, ആലപ്പുഴ ആ ഭാഗത്താണ്. ഓക്കെ, നഗരപ്രദേശങ്ങൾ ഇതൊരു എന്താണ് ഇപ്പം തന്നെ നഗരം എന്ന് പറയുന്നത് ഒരു നഗരവൽക്കരണത്തിന്റെ ത്വര ഒരു കേരളം മുഴുവനും കേരളത്തിന്റെ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു മഹാനഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അർബൻ റൂറൽ ഇതില്ലാത്ത നിലയിലേക്ക് ഒരു വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നഗരവികസന ഒരു കമ്മീഷനെ സർക്കാർ വെച്ചിട്ടുണ്ട്, കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ കോളേജിലൊക്കെ ചർച്ച ചെയ്യണം. അപ്പോൾ നഗരങ്ങളായി മാറുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ സ്വാഭാവികമായും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നമ്മുടെ പിന്നെ നഗരങ്ങൾ ഉണ്ടായി വരുന്നതിന് നമുക്ക് വേണ്ട എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ആ അങ്ങനെയുള്ള വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാഗരികരായി മാറുക. സെൻസസ് പ്രകാരം നമ്മുടെ ഒരു പ്രദേശത്തെ പോപ്പുലേഷൻ 4000-ന് മുകളിലായാലും ചതുരശ്ര കിലോമീറ്റർ 4000-ന് മുകളിൽ എല്ലാ നഗര സ്വഭാവം അവിടെ കാണിക്കും. എല്ലാ ആവശ്യങ്ങളും അവിടെ മറ്റു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വേണ്ടി ആൾക്കാരെ മറുപടി കൂട്ടും. അപ്പൊ നമുക്കിങ്ങനെ കേരളം മുഴുവനും ഒരുപക്ഷെ നഗരങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ 5 കോർപ്പറേഷനാണ് നമ്മൾ പറയുന്നത്. ഈ കോർപ്പറേഷന്റെ ചുറ്റടുത്തുള്ള പഞ്ചായത്തുകളും ഒക്കെ മാറിയിട്ട് മുനിസിപ്പാലിറ്റിയുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. പഞ്ചായത്തുകളൊക്കെ മുനിസിപ്പാലിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു സ്റ്റേറ്റ് മുഴുവനും അതാണ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഈ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം മുഴുവനും ഒരു നഗരമായി മാറുന്നത് അത് വരുന്ന 2036 കൂടി സംഭവിക്കുന്നതാണ്. 2036 കൂടി 96% ജനങ്ങളും നഗരവാസികളായിരിക്കും എന്നാണ് കണക്ക് പറയുന്നത്. പുതിയ സെൻസസ് ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു മഹാനഗരമായി നമ്മുടെ കേരളം മാറുന്നത്. അപ്പൊ നഗരമായി മാറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാ നമ്മുടെ കൃഷിഭൂമി, എവിടെയാ നമ്മുടെ പുഴകൾ, എവിടെയാ നമ്മുടെ തടാകങ്ങൾ, എവിടെയാ നമ്മുടെ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, ഇതൊക്കെ എവിടെയാ എങ്ങനെ സംരക്ഷിക്കപ്പെടും? ആവലാതി വേണ്ട, നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത സ്ലൈഡ് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഓക്കെ, അപ്പം നഗരവൽക്കരണം നടന്നോട്ടെ. നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലരും വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ്? പാരിസ്ഥിതിക മരുഭൂമികളാണ് നഗരങ്ങൾ. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ നഗരങ്ങൾ തന്നെ നമുക്ക് മനോഹരമാക്കി നല്ല നഗരങ്ങളാക്കി മാറ്റാൻ കഴിയും. എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതികൾ. അതില് പറയുന്ന കുറെ കാര്യങ്ങളാണ്. പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കുക, ഓപ്പൺ ഏരിയകൾ വേണം. നമ്മൾ കോഴിക്കോട് നഗരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കോട് നഗരത്തിന്റെ ശ്വാസകോശമാണ് നമ്മൾ പറയും. മാനാഞ്ചിറ അത്രയും ഭാഗം അങ്ങനെ സംരക്ഷിച്ചൊന്നും വേണമെങ്കിൽ അത് നോക്കണമെങ്കിൽ ഒരു ശ്വാസകോശം എന്ന് പറയാം. അങ്ങനെ ഓപ്പൺ ഏരിയകൾ വേണം, എല്ലാവർക്കും പോയി ഇരിക്കാനും കാണാനും ഒക്കെ ഉള്ളത്. പക്ഷെ സങ്കടം എന്താ വെച്ചാൽ സരോവരത്തൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? സരോവരം തണ്ണീർത്തടമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ നമ്മുടെ സംസ്കാരം വിഷയമായതുകൊണ്ട് പറയാണ്. അവിടെ ചെന്ന് എല്ലാം കാണാം. പ്ലാസ്റ്റിക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ പാക്കറ്റും മറ്റേ ഏതൊക്കെ ഉണ്ടല്ലോ, സോഫ്റ്റ് ഡ്രിങ്കും വലിയ ഡ്രിങ്കും, ഇതിൻ്റെയൊക്കെ കുപ്പികളൊക്കെ അവിടെ കൊണ്ടിട്ടൊക്കെ കാണാം, വലിച്ചെറിയുന്ന കാണാം. അപ്പൊ സരോവരം അങ്ങനെയൊന്നും വരാൻ പാടില്ല, നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട. ഇപ്പൊ ഈ ഗവൺമെന്റ് എന്താ പ്രഖ്യാപിച്ചത്? അതിനുവേണ്ടി ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ റാംസർ സൈറ്റുകളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് പറയുന്നത്. കോട്ടൂടി തണ്ണീർത്തടം ദേശീയ പ്രാധാന്യമുള്ള തണ്ണീർത്തടമെന്നാണ് CWRന്റെ പഠന റിപ്പോർട്ട് കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അപ്പൊ അത് അവിടേക്ക് പച്ചത്തുരുത്തുകൾക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിയും. അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡനുകളാക്കി മാറ്റാൻ കഴിയും നമുക്ക് പ്രദേശങ്ങൾ. കാരണം ഇയർമാർക്കിംഗ് ചെയ്യണം, അതിന് സ്പെഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്, സ്ഥലീയ ആസൂത്രണം ആവശ്യമാണ്. ആ ആസൂത്രണത്തിന്റെ ഭാഗമായി നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് പോയി ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഒന്ന് പ്രാണവായു വിട്ടാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങൾ. ആ രീതിയിൽ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റും. മൃഗശാലകൾ, KC ദേവൻ മാഷൻ ഇന്നലെ ഫോണിൽ കൂടെ സംസാരിക്കാൻ സൂചിപ്പിക്കണ്ടായി. കാനഡയിലെ അനുഭവങ്ങൾ സ്കൂളുകളില് പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ട് കാണിക്കണത്, ഇതാണ് അല്ലെങ്കിൽ മോളെ ഇതാണ് ഇന്ന മൃഗം, ഇതിന്റെയൊക്കെ സ്വഭാവം ഇതാണ്. അല്ലെങ്കിൽ ആ രീതിക്ക് മാറുകയാണ്. കാരണം അവിടെ ബയോഡൈവേഴ്സിറ്റി ഇല്ല, നമുക്ക് തന്നെ ആവശ്യമില്ല. നമുക്ക് ഇറങ്ങി നടന്നാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാം. ഇന്നലെ താമരശ്ശേരിയിൽ ഒരു ബേക്കറിയിൽ എന്താണ് കണ്ട വലിയ മൃഗം, ഒരു പന്നിയാണ് കയറി വരികയാണ്.
കാട്ടുപന്നി. അപ്പോൾ ഇതൊന്നും പ്രശ്നമില്ല, കുട്ടി കാണിക്കണ്ട. പക്ഷെ അങ്ങനെയല്ല പല രാജ്യങ്ങളിലും കൊണ്ട് കാണിച്ചൊക്കെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് മൃഗം, എൻ്റെ സ്വഭാവം ഇതാണ്, എൻ്റെ രൂപം ഇതാണ്, അതിനോട് ഇങ്ങനെ സ്പർശിച്ച് നോക്കിക്കൊള്ളൊക്കെ. അപ്പം നമുക്ക് ഇത് ഭാവിയിൽ വേണ്ടി വരുന്നേക്കാം. നമ്മുടെ അത്തരത്തിലുള്ള നമ്മുടെ മൃഗസമ്പത്തി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തും. അപ്പം മൃഗശാലകളെ കുറിച്ച് ആലോചിക്കും, പാർക്കുകളെ കുറിച്ച് ആലോചിക്കാം. അതിൽ പാർക്കുകൾ തന്നെ പലതരത്തിൽ സുവോളജിക്കൽ പാർക്ക് ഉണ്ടാക്കാം, ബയോളജിക്കൽ പാർക്ക് ഉണ്ടാക്കാം, അതുപോലെ ശലഭോദ്യാനങ്ങൾ ഉണ്ടാക്കാം. പൂമ്പാറ്റകളെ വളർത്തുന്ന കാണാൻ കഴിയുന്ന അതിൽ മിയാവാക്കി മരങ്ങൾ. പല കോളേജുകളും അവരുടെ ഭൂമിത്രസേന ഈ രംഗത്ത് പിന്നെ മിയാവാക്കി വനങ്ങൾ ഉണ്ടാക്കുന്ന രംഗത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. എസ് എൻ കോളേജിലുണ്ടോ? എസ് എൻ ജി കോളേജിൽ മിയാവാക്കി വനം ഇല്ല അല്ലേ? നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു പ്രവർത്തനം ഭൂമിത്രസേനയ്ക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ പാതയോര വൃക്ഷവൽക്കരണം, പുൽത്തകടികൾ ഉണ്ടാക്കൽ, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ. പിന്നെ നമുക്ക് ഈ പാരിസ്ഥിതിക മരുഭൂമികൾ എന്ന ആക്ഷേപത്തിൽ നിന്ന് എന്തായാലും നഗരവൽക്കരണം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ നഗരവൽക്കരണം നടക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രദേശങ്ങൾ മനോഹരമാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ഭാഗമായി ചെയ്യുന്നത്. ഇപ്പൊ ബോധപൂർവം അതിനുള്ള സ്ഥലം കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ സംരക്ഷിത മേഖലയാക്കി മാറ്റുക. അവിടെ കൂടി പിന്നെ അവിടെ വിമാനത്താവളം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവിടെ കൂടി NH ഉണ്ടാക്കാം, ഹൈവേ ഉണ്ടാക്കാം എന്നൊന്നും പോയി കഴിഞ്ഞാൽ നമ്മളത് നിരുത്സാഹപ്പെടുത്തണം. ഇപ്പം തന്നെ റോഡ് ഡെൻസിറ്റി വളരെ കൂടുതലാണ് കേരളത്തിൽ. ഒരു ചതുരശ്ര കിലോമീറ്ററിന് 5.42 കിലോമീറ്റർ നീളം. ലോകത്ത് ഒരിടത്തും ഇല്ല റോഡ് ഡെൻസിറ്റി. അപ്പൊ ഇത്രയും റോഡുകൾ ഇങ്ങനെ വരുന്നുള്ള റോഡുകൾ വരാൻ കാരണം എന്താണ്? വാഹനങ്ങളുടെ പെരുപ്പം. വാഹനത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. നമ്മൾ അമേരിക്കയിൽ കടത്തി വിട്ടാണ്. കേരളത്തില് ഒരാൾക്ക് 2 വാഹനം എന്ന കണക്കുണ്ട്. ഒരു ദിവസം 7000 വാഹനമാകുന്നുണ്ട് അത്രേ. അത് നമ്മൾ പറയുന്നത് ബാക്കി എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ വരട്ടെ, ഇലക്ട്രിക് മോട്ടോർ ഈ വാഹനങ്ങൾ വരട്ടെ. പക്ഷേ മറ്റേ ഫ്യൂവൽ വലിയൊരു പ്രശ്നമായതുകൊണ്ട് ഹരിതഗ്രഹ വാഹനങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ടെക്നോളജി നമുക്ക് ഉപകാരപ്പെടുമായിരിക്കും, വന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത പുഴയോരങ്ങൾ വീണ്ടെടുക്കുക. പിന്നെ ഞാൻ ഈ സമയത്ത് നമ്മളെ ശോഭിന്ദ്രൻ മാഷിനെ ഓർക്കുകയാണ്. ശോഭിന്ദ്രൻ മാഷിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ വേൾഡ് നമ്മുടെ പൂലൂർ പുഴയുടെ തീരത്ത് അതിമനോഹരമായി എങ്ങനെയാണ് നമ്മൾ പുഴകളെ വീണ്ടെടുക്കാൻ, എക്കോ റെസ്റ്റോറേഷൻ എങ്ങനെയാണ്, പുഴകളുടെ വശങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഏത് തരം സ്പീഷീസ് മരങ്ങളാണ് അവിടെ വേണ്ടത്, വേരോട്ടമുള്ള ഫൈബർ റൂട്ട് സിസ്റ്റമുള്ള മരങ്ങളും ചെടികളും പിടിപ്പിച്ച് പുഴയുടെ വശങ്ങളെ മനോഹരമാക്കി. ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടോ? നമ്മുടെ ഇതേ പറയുന്ന പോലെ ശോഭിന്ദ്രൻ മാഷ് പറയുന്ന പോലെ ഒരു മിഠായിയുടെ റാപ്പറെങ്കിലും അവിടെ കിടപ്പുണ്ടോ? ഇല്ല. ആ രീതിയിൽ സംരക്ഷിച്ചെടുത്തു ഒരു പ്രദേശം മുഴുവൻ. ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാ പുഴകളുടെ തീരത്ത് ഇതുപോലെ നമുക്ക് പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ വഴി പുഴകളെ വീണ്ടെടുക്കാം, മാലിന്യങ്ങൾ ഇടാൻ സംരക്ഷിക്കാം. പുനൂർ പുഴ മുഴുവൻ ഏതൊരു ഭാഗത്ത് ചെയ്തു. ഞാനെപ്പോഴും അതിന്റെ മറുഭാഗത്ത് അതിന്റെ അപ്സ്ട്രീമിലും അതിന്റെ ഡൗൺ സ്ട്രീമിലൊക്കെ കക്കുടി ഭാഗത്തൊക്കെ നോക്കുന്ന സമയത്ത് ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ ആൾക്കാർ എത്രയോ ക്ലബുകളുണ്ട്, എത്രയോ സംഘടനകളുണ്ട്. അവരെല്ലാവരും അവരുടെ നേതൃത്വത്തിൽ അവരവരുടെ പ്രദേശങ്ങളിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുഴകളെ മനോഹരമാക്കി വെക്കാം. അത് മനോഹരമാക്കി വെക്കാൻ ആൾക്കാർ വന്നിരിക്കും. ആൾക്കാർ വന്നിരുന്നാൽ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടി വരും, വരുമാനം ഉണ്ടാക്കാം, തൊഴിലുണ്ടാക്കാം, അവർക്ക് വിനോദ വിജ്ഞാന പരിപാടികൾക്ക് അവസരം ഉണ്ടാക്കാം. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് മാതൃകയായിരുന്നു. ഈ മാതൃക നമുക്ക് പിന്നെ അനുകരിക്കാവുന്ന വളരെ എടുത്തു പറയാവുന്ന ഒരു മാതൃകയാണ് നമ്മുടെ പുഴയോരങ്ങൾ വീണ്ടെടുക്കുന്ന പ്രവർത്തനം. അടുത്ത സ്ലൈഡ്. വയലുകൾ. ഇത് ഒരുപാട് പഠനങ്ങൾ വന്നതാണ്. നമ്മൾ വയലുകൾ, നിങ്ങൾ അരിയും ഒന്നും ഉത്പാദിപ്പിക്കേണ്ട, വയലുകളായി സംരക്ഷിച്ചാൽ തന്നെ 1 ഹെക്ടർ വയൽ സംരക്ഷിക്കുമ്പോൾ നമ്മൾ 3 ലക്ഷം ലിറ്റർ വെള്ളം അവിടെ നിർത്തുകയാണ്. വയലവിടെ ഒന്നും ചെയ്യണ്ട. പക്ഷെ വയലുകളെല്ലാം അതെങ്ങനെയാണ്? ചതുപ്പുകളാണ്, കുണ്ടുകളാണെന്നുള്ള ധാരണയിൽ അതാണ് നികത്താൻ സൗകര്യം. എവിടെന്നെങ്കിലും മലയിടിച്ചു കൊണ്ടുവന്ന് മണ്ണവിടെ ഇട്ട് നികത്തിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ വയലുകൾ ജലസംഭരണികളാണ് നിൽക്കുന്നത്. ഭക്ഷ്യസുരക്ഷയുടെ കാര്യം കൊണ്ട് പോട്ടെ, ഇത് വയലുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് തൊട്ടടുത്ത് നമ്മുടെ കിണറുകൾ സമ്പന്നമായി നിൽക്കുന്നത്, തൊട്ടടുത്ത് പുഴ ഒഴുകുന്നത്, കുളങ്ങൾ സമ്പന്നമാകുന്നതും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നത്, സമ്പുഷ്ടമാകുന്നതും ഒക്കെ ഈ വയലുകൾ നിലനിൽക്കുന്നുണ്ടാണ്. അപ്പോൾ വയലുകൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് വയലുകൾ തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. നമുക്കൊരു വലിയൊരു ഭീഷണി ഉണ്ടാകുന്നുണ്ട് ജലസംരക്ഷണ രംഗത്ത്. ഓക്കെ, ഇതും അതുപോലെ ഇന്ന് നമ്മൾ കാണുമ്പോൾ എന്താ കുട്ടികളും നിങ്ങൾ എങ്ങനെയാ ഇതിനെ കാണുക, പുതിയ ജനറേഷൻ എങ്ങനെയാ ഇതിനെ കാണാമെന്ന് എനിക്കറിയില്ല. പൊതുവെ പറയും ഇതെന്താണ്, ഒരു ചെളിക്കുണ്ടാണ് അല്ലെ, ചതുപ്പാണ്, ചിലപ്പം ഓൾസ്മെൽ വരും, മീഥെയിനൊക്കെ ഉത്പാദിപ്പിക്കപ്പെടും, നൈട്രസ് ഓക്സൈഡ് എന്റെ സ്മെല്ല് നമുക്ക് അറിയും, ഒക്കെ അറിയും. അപ്പൊ നമ്മൾ പറയും ഇതൊരു ചെളിക്കുണ്ടാണ്. നമുക്ക്
ഉപ്പ് ചെളിക്കുണ്ട് അല്ലേ? ഇവിടെയുള്ള ഈ ആവാസ വ്യവസ്ഥയിലുള്ള ഒരുപാട് ജീവികൾ, സൂക്ഷ്മ ജീവികളും ഒക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ജൈവ സൂപ്പ് നമ്മൾ പറയുന്നു. നമ്മൾ ചെളിയെന്ന് പറയും, പക്ഷെ അവർക്ക് സൂപ്പാണ്. ആ ജീവികളെല്ലാം വളർത്തണം. അവർ നമ്മുടെ പരിസ്ഥിതി ജീവിതത്തിൽ വഹിക്കുന്ന ഓരോ ജീവിയും വഹിക്കുന്ന പങ്ക് വിശദീകരിക്കാൻ നമ്മളുണ്ട്. നിങ്ങൾ അധ്യാപകരോട് ചോദിച്ചാൽ പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു. അത്യാവശ്യം നമ്മൾ കുറച്ച് എല്ലാവർക്കും ബോട്ടണി ഒക്കെ അറിയുന്നുണ്ട്, സോളജി ബോട്ടണി ഒക്കെ അറിയുന്നത് കൊണ്ട്, ചെറിയ ജീവികൾ ചെയ്യുന്ന ധർമ്മവും വലിയ ജീവികൾ ചെയ്യുന്ന ധർമ്മവും ഒക്കെ എല്ലാം അറിയുന്നത് കൊണ്ട് അപ്പൊ ഒരിക്കലും ഇത് നമ്മളങ്ങനെ ഒരു ചതുപ്പ് എന്ന് കണ്ട് നികത്തിക്കളയാം, ഇവിടെ സ്റ്റേഡിയം ഉണ്ടാക്കാം, ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാം എന്നുള്ള തരത്തിലുള്ള പ്ലാനേഴ്സ് എന്ന് പറയുന്നത് ശരിയാണെന്ന് അറിയില്ല. അങ്ങനെ പ്ലാനേഴ്സ് ആണെങ്കിൽ അവിടെ നിന്ന് പോയില്ല, അത് ശരിക്കും പ്ലാൻ ചെയ്യുന്നതിലൂടെ വേറെ സ്ഥലം കണ്ടെത്തും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ചതുപ്പുകൾ സംരക്ഷിക്കാനുള്ളത്. അടുത്ത ഓക്കെ, ഇദ്ദേഹത്തെ കാണാനേ ഇല്ല. നമ്മുടെ പ്രദേശത്ത് ഇഷ്ടംപോലെ കണ്ടിരുന്ന ഒരു പറളക്കൊക്കായിരുന്നു. ഇപ്പൊ നമ്മൾ കാണാനേ ഇല്ല. വരാത്തതിന് കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ് അവരുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതായി പോയതാണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ കടലുണ്ടിയിൽ ദേശാടന പക്ഷികളുടെ വരവ് കുറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? വേറൊന്നുമില്ല, നമ്മളവിടെ വലിയൊരു പാലം ഉണ്ടാക്കി, ആ പാലത്തിന്റെ പില്ലേഴ്സ് വന്നപ്പോഴേക്കും ഈ വേലിയേറ്റ സമയത്ത് കൊണ്ടുവെക്കുന്ന മണല് ഒരു വലിയൊരു തിട്ടായി ഉണ്ടായപ്പോൾ ഉപ്പുവെള്ളം കയറാറ് വന്നപ്പോൾ കണ്ടൽക്കാടുകളുടെ നാശം തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് വളരെ വേണ്ട ഞണ്ടുകളുടെ എണ്ണം കുറഞ്ഞു. ഞണ്ടുകൾ തിന്നാൻ വന്നുകൊണ്ടിരുന്ന ദേശാടന പക്ഷികൾ ഞണ്ടവിടെ ഇല്ല, തിന്നാൻ വേണ്ടത്ര ഞണ്ടുകൾ ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ല. ഇപ്പൊ മനസ്സിലായത് പരസ്പര ബന്ധിതമാണ് എന്ന് മനസ്സിലായില്ല. നമ്മളായിരിക്കും ഞണ്ടല്ലേ, ആർക്കായി ഞണ്ട് നമുക്ക് ഞണ്ടെന്തിനാ നമുക്ക് ചോദിച്ചു. അങ്ങനെയല്ല. അപ്പൊ ഇതൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അടുത്ത ഓക്കെ, ഇതും അതുപോലെ വംശനാശം ഭീഷണി നേരിടുന്ന കുമരകൻ തത്ത എന്ന് പറയുന്ന വെറ്റ്ലാൻഡ് ബേർഡ്സ് ആണ്. അതും നമുക്കില്ല. പഞ്ചവർണ്ണക്കിളി വളരെ മനോഹരമായ കിളികൾ. ഇത് നമ്മൾ എങ്ങനെയാണ് അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കുക? മക്കളെ, ഇങ്ങനെ ഒരു തത്ത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, അതിനെ കുമരകൻ തത്ത എന്നാണ് വിളിച്ചിരുന്നത് എന്ന് പറയേണ്ടി വരും അല്ലേ? കാരണം അതിന്റെ വംശനാശ ഭീഷണിയിലാണ് എന്ന് മനസ്സിലാക്കുക വെറ്റ്ലാൻഡ് ബേർഡ്സ്. ഓക്കെ, അടുത്ത തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ ഞാനത് നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു വൃക്കയുടെ ധർമ്മം എന്താണ് ഞാൻ അദ്ദേഹത്തെ സൂചിപ്പിച്ചു ആ സമയത്ത് തന്നെ. അതുകൊണ്ട് ഇത് തണ്ണീർത്തടങ്ങൾ നമ്മുടെ ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടും. ഇത് സംബന്ധിച്ച് ഒരുപാട് ആധികാരികമായിട്ടുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. ഓക്കെ, ഇത് ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. പൂക്കോടിലേക്ക് കണ്ടിട്ടുണ്ടാവും. സംരക്ഷിക്കപ്പെടേണ്ട ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊക്കെ പഠനവിധേയമാക്കാം. ഭൂമിത്രസേനയും എക്കോ ക്ലബുകളൊക്കെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ തയ്യാറായി മുന്നോട്ട് വരിക. കുറെ പ്രശ്നങ്ങളുണ്ട്. പൂക്കോടിലേക്ക് ചെറിയ വിസ്തൃതി കുറഞ്ഞു വരുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. ശാസ്താംകോട്ടയിലേക്ക് ഇതേ പ്രശ്നങ്ങളുണ്ട്. അടുത്ത് ഇത് നമ്മൾ ഇതിന് കാർബൺ സിങ്ക്, ഇപ്പൊ കാർബൺ ന്യൂട്രൽ, നെറ്റ് സീറോ കാർബൺ എന്നൊക്കെ പറയുന്നത് പുതിയ പ്രവർത്തന മേഖലകളാണ്. കുട്ടികൾക്ക് പ്രോജക്റ്റ് ചെയ്യാനും ഒരുപാട് അങ്ങോട്ട് ഗവേഷണം ചെയ്യാനും ഒക്കെ തന്നെയുള്ള മേഖലകളാണ്, വികസിച്ചു വരുന്ന മേഖലകളാണ്. പക്ഷെ ഇത് നമ്മളെ മരങ്ങൾ എന്ന് പറയുന്നത് കാർബൺ സിങ്ക് ആണ്. അതുപോലെ സസ്യങ്ങൾ, മണ്ണ്, സമുദ്രം നേരത്തെ സൂചിപ്പിക്കുന്ന വലിയ തരത്തിൽ ഒരു കാർബൺ സിങ്ക് ആണ്. പുൽപ്രദേശങ്ങൾ, തണ്ണീർത്തടങ്ങൾ, ജലാശയങ്ങൾ. അപ്പൊ തണ്ണീർത്തടങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കാർബണിനെ, നമ്മൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന കാർബണിനെ, നമ്മൾ പറഞ്ഞ ആഗോള താപനത്തിനെതിരെ, ഗ്ലോബൽ വാർമിങ്ങിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിങ്കുകൾ അത് നിലനിർത്തണം. ആ കാർബണിനെ അവർ ആഗിരണം ചെയ്തോളും, കാർബൺ അളവ് കുറച്ചോളും. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ ലക്ഷ്യമിടുന്നത് വരുന്ന കുറെ വർഷങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളും പലതരത്തിൽ പറയുന്നുണ്ട്. 2050 2070 ചിലരപ്പുറം പറയുന്നുണ്ട് കാർബൺ എമിഷന്റെ അളവ് കുറയ്ക്കുമെന്നൊക്കെ. പക്ഷെ ഇതെല്ലാം നിലനിർത്തി കഴിഞ്ഞാൽ ഈ കാർബണിനെ അത് അബ്സോർബ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം കാർബൺ സിങ്കിളായിട്ട് പ്രവർത്തിക്കും, തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ. അടുത്ത സ്ലൈഡ് പ്ലീസ്. ഇത് ആ സ്ലൈഡിന്റെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, വ്യക്തമായി വായിക്കാൻ ബുദ്ധിമുട്ടാവും. ഇത് ഗവൺമെന്റ് കണക്കാണ് എത്രയാണ് വെറ്റ്ലാൻഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. അത് പിന്നെ
3 ഇതായിട്ടുണ്ട് കൃത്രിമമായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ ഡാമുകളും അതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിറകൾ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുളങ്ങൾ, അതെല്ലാം തന്നെ കൃത്രിമ വിഭാഗത്തിൽ വരും. ബാക്കിയെല്ലാം തന്നെ ലഗൂൺ വശങ്ങളുള്ളത് ലഗൂൺ ആവാസ വ്യവസ്ഥകൾ നിലയ്ക്ക് അങ്ങനെയുണ്ട്. ഉയർന്ന പ്രദേശങ്ങൾ കാണുന്ന വേറെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ക്ലാസിഫിക്കേഷനാണ് കേരളത്തിലുള്ള. പക്ഷെ ആകെ 1 ഭൂമി വിസ്തൃതിയുടെ, നമ്മുടെ കേരളത്തിലെ ഭൂവിസ്തൃതി 1.61% മാത്രമാണ് എന്താണ് ഈ തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞ് അവശേഷിക്കുന്നത്. അപ്പൊ അതിന് വലിയൊരു ത്രട്ടുണ്ട്, ഭീഷണിയുണ്ട്. തണ്ണീർത്തടങ്ങളുടെ അതായത് കുറഞ്ഞു വരുന്നു. അതിന്റെ കണക്കാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. നെക്സ്റ്റ്. ഓക്കെ, അത് ഏതുതരം തണ്ണീർത്തടങ്ങളാണ് ടൈപ്പ് ഈ ഡയഗ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്നായിട്ട് ആ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങൾ എവിടെയാണ് കാണുന്നത് എന്നുള്ളത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ചാർട്ടാണ്. ഓക്കെ, ഇത് കൂടുതൽ വിശദാംശങ്ങൾ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാൻ. സമയത്തിന്റെ ഒരു പരിമിതി ഒരു പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇതും അതുപോലെ നമ്മുടെ ഓരോ ജില്ലയിലും ഉള്ള തണ്ണീർത്തടങ്ങൾ. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ എത്ര തണ്ണീർത്തടമുണ്ട്, എത്ര ഏരിയയിലുണ്ട് നോക്കി. ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങൾ കാണുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് 20.76% ആലപ്പുഴ ജില്ലയിലാണ്. അത് കഴിഞ്ഞാൽ എറണാകുളത്താണ് പിന്നെ 10.41. പിന്നെ കാണുന്നത് കൊല്ലം ജില്ലയിൽ 5.3. ബാക്കി ജില്ലകളിലെല്ലാം വളരെ കുറച്ച് അളവിൽ മാത്രമേ തണ്ണീർത്തടങ്ങളുള്ളൂ. കോഴിക്കോട് വരുന്ന സമയത്ത് 3.28 കുറഞ്ഞ ഏരിയ മാത്രമേ നമുക്ക് തണ്ണീർത്തടങ്ങൾ എന്നുള്ള ഇത് വരുന്നുള്ളൂ. ഒക്കെ തന്നെ കൺവേർട്ട് ചെയ്ത് പോയതാണ് കാരണം. ഓക്കെ, ഇതാണ് ഓരോ ജില്ല തിരിച്ചുള്ള വെറ്റ്ലാൻഡുകളുടെ കണക്ക്. അടുത്ത സ്ലൈഡ്. ലേക്സും അതുപോലെ ലേക്സ് ഇൻ കേരള എടുത്തു കഴിഞ്ഞാൽ അഷ്ടമുടിയിലേക്ക് റാംസർ സൈറ്റായിട്ട് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടമായിട്ട് നമുക്ക് അറിയാമല്ലോ. 3 ഏതൊക്കെയാണ് കേരളത്തിലെ റാംസർ സൈറ്റുകൾ? ഒന്ന് ഇതാണ് നമ്മുടെ ശാസ്താംകോട്ട തടാകമാണ്. മറ്റത് അഷ്ടമുടി കായലാണ്. മൂന്നാമത്തത് വേമ്പനാട് കായലാണ്. ഇത് 3മാണ് കേരളത്തിലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസർ സൈറ്റുകൾ തണ്ണീർത്തടങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് കുറേ ഉണ്ട്, ലിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പം നോക്കിയാൽ ലോകത്തെ സുന്ദർബൻസ് നിങ്ങൾക്ക് അറിയാം. അത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുള്ള ഒരു തണ്ണീർത്തടമായിട്ടാണ് അതിനെ പരിഗണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലൊരു ഈ ലിസ്റ്റില് ഇനിയിപ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രഖ്യാപിക്കാൻ പോകുന്ന ആക്കുളം, പിന്നെ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് അത് റാംസർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിന് താഴെ ശാസ്താംകോട്ട വന്നു കഴിഞ്ഞു. നമ്മുടെ കൊട്ടുളി തണ്ണീർത്തടം പ്രഖ്യാപിക്കണം എന്ന് പറയുന്നുണ്ട്. വെള്ളായണി കായൽ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വടക്കോട്ട് ചെല്ലുമ്പോൾ വളപട്ടണം ബേസിന്റെ ഭാഗം, കാട്ടാമ്പള്ളി ആ ഭാഗം, കുപ്പം ഭാഗം, ഇതെല്ലാം കൂടി ചേരുന്ന വെറ്റ്ലാൻഡായിട്ട് പ്രഖ്യാപനം എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ പുതിയ വെറ്റ്ലാൻഡുകളുടെ നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മാനാഞ്ചിറയും പെടുന്നുണ്ട്. മാനാഞ്ചിറ ലേക്ക് ഒരു പ്രധാനപ്പെട്ട ലേക്കാണ് അല്ലേ. നമുക്ക് ആകെ ഒരു ആശ്വാസമുള്ളത് മാനാഞ്ചിറ മാത്രമാണ്. ബാക്കി കണ്ടംകുളം, വിലാത്തിക്കുളം എല്ലാം പോയില്ല അല്ലേ. മുതലക്കുളം ഒരു പേര് മാത്രമേ ഉള്ളൂ. മുതലക്കുളം കുളം അവിടെ ഇല്ല, അങ്ങനെ പോയി. വിലാത്തിക്കുളം അങ്ങനെ പോയി. കണ്ടംകുളം, ജൂബിലി ഹോളാണിപ്പം എന്നെല്ലാം നികന്നു പോയി. നമുക്ക് ആകെ ഒരു ഷോ പീസ് മാനാഞ്ചിറ മാത്രമാണ്. അപ്പം നിറയെ മാനാഞ്ചിറകൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അതുപോലുള്ള ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം വരണം. ആ ഒരു ഇത്തരത്തിൽ ആലോചന ഉണ്ടായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാനാഞ്ചിറ പോരാ, നമുക്ക് നികന്നു പോയതിന് പകരം പുതിയ പുതിയ മാനാഞ്ചിറകൾ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. അടുത്ത സ്ലൈഡ്. ഓക്കെ, ഇതിനെ വേമ്പനാട് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ ടൂറിസം കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ശ്രമിച്ചു പോകുന്നില്ല. ഓക്കെ, അടുത്ത ഇത് ഒരു വലിയ കാഴ്ചയാണ്. നമ്മുടെ പ്രിൻസിപ്പളോട് സൂചിപ്പിച്ചത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണാൻ സാധിക്കുന്നത് പുഴയോരത്താണ് എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവരുന്നത്. ഈ മാലിന്യം എന്ന് പറയുന്നത് മാലിന്യം അല്ല എന്നും അതെല്ലാം സമ്പത്താണെന്നും അത് അസ്ഥാനത്താകുമ്പോഴാണ് മാലിന്യം എന്നും അത് ശരിക്കും നമ്മൾ എന്താ പറയാ കയറി വരുമ്പോൾ സന്തോഷം തോന്നിയ സംഗതി ആ രീതിയിൽ 4 ബിന്ന് വെച്ചിട്ടുണ്ട്. ആ 4 ബിന്നിലേക്ക് നിക്ഷേപിക്കുക. ജൈവ, അജൈവ അല്ലെങ്കിൽ ഹസാഡസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേർതിരിക്കുന്ന തരത്തിൽ ആ ബിന്നുകളൊക്കെ വീടുകളിലും വേണം. അങ്ങനെ നമ്മുടെ വീടുകളെല്ലാം ഹരിത ഭവനങ്ങളായി മാറണം. നമ്മുടെ പ്രദേശങ്ങളെല്ലാം ഹരിത പ്രദേശങ്ങളായി മാറുന്ന ഒരു നമ്മൾ സ്വപ്നം കാണുന്ന സംഗതിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടിടും, അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് പോയില്ല, പിന്നെ അത് എങ്ങനെയെങ്കിലും നികത്തിയെടുക്കണം എന്നുള്ള തരത്തിൽ വരും. അങ്ങനെയാണ്
ഈ അർബൻ വേസ്റ്റുകളെല്ലാം കൊണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. ഡംപ് ചെയ്ത് നമുക്ക് ഒരിക്കലും നമുക്കിത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന സംഗതിയല്ല ഈ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം. അടുത്ത സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഇത് പോൺസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കോഴിക്കോട് നമുക്ക് അറിയുമെന്ന് അറിയില്ല, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് എവിടെയാ, ഏത് ജില്ലയിലാ? മാറി മാറി വരും, എന്നാലും അടുത്ത കുറെ കാലമായിട്ട് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. ഏറ്റവും കുറച്ച് കുളങ്ങളുള്ള ജില്ല ഏതാണ്? നമ്മുടെ കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുളങ്ങളുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ വരൾച്ച ബാധിത ഗ്രാമങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ടിൽ വരുന്നത് കോഴിക്കോട് ജില്ലയാണ്. പാലക്കാട് മഴ വളരെ കുറവാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ കുളങ്ങൾ കാണുന്നത് പാലക്കാട് ജില്ലയിലാണ്. അവിടെ വരൾച്ച എന്ന് പറയുന്ന സംഗതി ഇല്ല. വരൾച്ച പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള, കൃഷിക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കുളങ്ങളും ചിറകളും നമ്മൾ നിർമ്മിച്ചിടുകയോ സംരക്ഷിക്കുകയോ അത് നമ്മുടെ വരൾച്ചയെ നിയന്ത്രിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. കേരളത്തിൽ ഇത് പറഞ്ഞല്ലോ, മഴ അധികം പെയ്തിട്ട് കാര്യമില്ല. ചിറാപുഞ്ചിയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നുണ്ട്. ഇപ്പൊ ചിറാപുഞ്ചിയിലല്ല, മോസിൻ റാമിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ അവിടെ മഴ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. മഴയെല്ലാം ഒഴുകിപ്പോയതിനു ശേഷം പിന്നെ എന്താണ് സംഭവിക്കുക? അവിടെയും മഴവെള്ള സംഭരണി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ഇതും അതുപോലെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ആയിരുന്നു. ഇതിന് വേറെ സ്ലൈഡ് കൂടി കാണിക്കാനുണ്ടായിരുന്നു. ഇതതുപോലെ ചതുപ്പ് പോലെ കിടന്ന സ്ഥലം, പക്ഷെ ചതുപ്പായിരുന്നില്ല, ഒരു കുളമായിരുന്നു, ഒരു ചിറയായിരുന്നു, നിലനിന്ന് പോയി. ആ ചിറ വികസിപ്പിച്ച് വീണ്ടും അത് എത്ര മനോഹരമായി നമുക്ക് അത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഓക്കെ, സമയം എനിക്ക് ഞാനൊരു 40-45 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുന്ന സമയം എടുത്തു എന്ന് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകാം. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മറുപടി പറയാം. അല്ലെങ്കിൽ ഡോക്ടർ പ്രദീപ് കുമാർ സാറുണ്ട്. പിന്നെ ഇതുമായി ഭൂമിത്ര സേനയ്ക്ക് നിങ്ങൾക്ക് തന്നെ ഭൂമിത്ര സേനയ്ക്ക് ഒരുപാട് അനുഭവം ഉണ്ടാവാം. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചർച്ചയുടെ രൂപത്തിൽ ഉന്നയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഈ കോളേജിൽ വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എനിക്കൊന്ന് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി വന്നു. ഇവിടെയുള്ള ജലസ്രോതസ്സുകൾ മെച്ചപ്പെടുത്തിയെടുക്കാനും ഒക്കെ കുറെ മുമ്പ് ഒരു സർവീസിനുള്ള സമയത്തായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ SND കോളേജിൽ വരുന്നത്. എനിക്ക് കിട്ടിയ ഈ അവസരത്തിന് നന്ദി പറയുന്നു. സാം എന്ന് പറയുന്ന ഒരു സംഘടന കൂടി നമ്മുടെ സയന്റിക്സ് അസോസിയേഷൻ നമ്മളെ സൂചിപ്പിക്കുകയുണ്ടായി. കുറെ മുതിർന്ന സയന്റിസ്റ്റും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് അതിൽ. അപ്പം അങ്ങനെ സംഘടനയുണ്ട്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖല. അതിൽ ഞാൻ അതിന്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ ഈ കോളേജില് പിന്നെ സയൻസില് ഡോക്ടറേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഞങ്ങളുടെ ഈ സംഘടനയിൽ അംഗമാകാം. താല്പര്യമുള്ള ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമിന്റെ പേരിലുള്ള ഒരു നന്ദി കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ